നമുക്ക് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അതായത് നമ്മളൊരു ട്രഡീഷണൽ SEO മുന്നേ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്ന SEO ചെയ്താൽ മാത്രം മതിയാകോ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിലെ പ്രോഡക്ട്സ് എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യാൻ. പക്ഷെ അത് മാത്രം മതിയാകില്ല. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലം, അതായത് ഇപ്പോൾ ChatGPT ആണെങ്കിലോ ജെമിനി ആണെങ്കിലോ അല്ലെങ്കിൽ കോപ്പൈലറ്റോ ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, നമ്മൾ ആ ട്രഡീഷണൽ SEO മാത്രം ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ഒരിക്കലും ലിസ്റ്റ് ആകത്തില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മുടെ ഷോപ്പിഫൈയിലെ പ്രോഡക്ട്സ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ലിസ്റ്റ് ചെയ്യാം, ആ അങ്ങനെ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമുക്ക് ഷോപ്പിഫൈയിൽ തന്നെ ഡിഫാൾട്ട് കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം അതുപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം, അതായത് ChatGPTയിൽ അടിച്ചാലും വാങ്ങുന്ന ഒരു കസ്റ്റമറിനോ മറ്റോ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത്, നമ്മൾ ChatGPTയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് ഫൈൻഡ് മീ അവേ സ്റ്റുഡിയോ സ്റ്റാമ്പ്, അതായത് ഞങ്ങളുടെ വെബ്സൈറ്റ് വിൽക്കുന്ന പ്രോഡക്ട്സ് സ്റ്റാമ്പ് കുറച്ച് സ്റ്റേഷനറി പ്രോഡക്ട്സ് ആണ്. സോ ഞാൻ കൊടുത്തു ഫൈൻഡ് മീ അവേ സ്റ്റുഡിയോ സ്റ്റാമ്പ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന രീതിക്ക്, അതായത് നമ്മുടെ വെബ്സൈറ്റിലെ പ്രോഡക്റ്റ് എക്സാക്റ്റ് ആ പ്രോഡക്റ്റും ആ ഡിസ്ക്രിപ്ഷനും അതുപോലെ സജഷനും ഒക്കെ വരുന്ന രീതിക്ക് നമ്മുടെ വെബ്സൈറ്റിലെ പ്രോഡക്റ്റും ChatGPTയിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ നമുക്ക് ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ ഇനി ഭാവിയിൽ ചാൻസ് കൂടുതൽ ഈ ChatGPTയോ അല്ലെങ്കിൽ കോപ്പൈലറ്റ് പ്ലാറ്റ്ഫോമിൽ കൂടെ ആകാം. സോ നമ്മുടെ വെബ്സൈറ്റിലെ പ്രോഡക്ട്സും പ്ലാറ്റ്ഫോമിലെല്ലാം ലിസ്റ്റഡ് ആയിരിക്കാൻ അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോപ്പിഫൈ ഹോം പേജിൽ വന്നു. ഷോപ്പിഫൈ ഹോം പേജിൽ പുതിയൊരു ടാബ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏജന്റിക് എന്ന് പറഞ്ഞിട്ട്. അത് ഷോപ്പിഫൈയുടെ പുതിയ അപ്ഡേറ്റിൽ വരുന്നതാണ്. ഏജന്റിക് സ്റ്റോർ ഫ്രണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് കിടക്കുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ കുറച്ച് താഴെയായിട്ടായിരിക്കാം ഏജന്റിക്. ഞാനിത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര പേര് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ChatGPTയിൽ സെയിൽസോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഡിഫാൾട്ട് ഷോപ്പിഫൈയിൽ ഉള്ളതാണ്. സോ നമുക്കിത് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വെബ്സൈറ്റിലെ ടോട്ടൽ പ്രോഡക്ട്സ്, അതായത് എല്ലാ പ്രോഡക്റ്റും ഇതിലൂടെ സിങ്കനൈസ്ഡ് ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റേ ഐക്കണോ കാണിക്കാത്തത്. ഇല്ലെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക. ഓക്കെ, അത് സിങ്കനൈസ് ചെയ്യാം. ഇനി പോളിസീസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളെ റിവ്യൂ നോക്കുക. ഇനി ഷോപ്പിഫൈ കാറ്റലോഗ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഇതിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഷോപ്പിഫൈ നോളജ് ബേസ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ ഷോപ്പിഫൈ നോളജ് ബേസ് എന്ന ഈ ഐക്കൺ കാണിക്കും, അവിടെ ആഡെന്ന് കാണിക്കും. അപ്പോൾ അത് ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ, അതായത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോളിസീസിലോട്ട് പോവും നോളജ് ബേസ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ വരിക, ഷോപ്പിഫൈ നോളജ് ബേസ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ഓപ്പൺ ആക്കുക. അതായത് നമുക്ക് അപ്പോൾ ഇൻസ്റ്റാൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സോഴ്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡിഫാൾട്ടായിട്ട് ഇങ്ങനെ തന്നെ കാണിക്കും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിതിപ്പോൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ കുറച്ച് FAQ ആഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് നമ്മൾ കോണ്ടാക്ട് പേജിലോ മറ്റൊക്കെ കുറച്ച് FAQ. ഇപ്പോൾ ഇൻ അഡീഷൻ ടു, അതായത് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ചധികം FAQs ആണ്. നമുക്ക് ഇത് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഇവിടെ തന്നെ കുറച്ച് സജഷൻസ് കൊടുത്തിരിക്കും. അതായത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കും നമ്മുടെ വെബ്സൈറ്റ് റിലേറ്റഡ്. അതിനെല്ലാം ആൻസേഴ്സ് കൊടുത്തിട്ട് അത് ആഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ ലോങ്ങേജ് അവൈലബിൾ ആണ്, നമ്മുടെ സ്റ്റോറിനെ കുറിച്ചൊന്ന് ടെൽമി, അതായത് സ്റ്റോർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ പോളിസിയും ഫോളോ ചെയ്യുന്നുണ്ടോ. അതായത് സിമ്പിളി പറഞ്ഞ നമ്മൾ ഒരു ChatGPT നമ്മളൊരു വെബ്സൈറ്റ്, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കുവാണ്.
നമ്മളതിൻ്റെ ഗൂഗിളിൽ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം നമ്മുടെ വെബ്സൈറ്റിൽ. അതായത് നമ്മൾ ബോട്ട് വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുവാണെന്ന് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബോട്ട് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണോ? സോ നമ്മൾ ചാറ്റ് ജി പി ടി നോക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് റിട്ടേൺ പോളിസി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ദിവസം ഡെലിവറി ടൈം പിടിക്കും, ഡാമേജ് പ്രോഡക്റ്റ് ഇവർ തിരിച്ചെടുക്കുമോ, അതുപോലെ തന്നെ ഇത് ഏതൊക്കെ കൺട്രീസിൽ ഉണ്ട്, ഇത് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്. സോ ഇങ്ങനെയുള്ള ക്വറീസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അതായത് ബോട്ട് വെബ്സൈറ്റ് ഒരു ജെന്യുവിൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ നമ്മൾ FAQയിൽ ഒരു പുതിയ FAQ ആഡ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലാതെ, അതായത് എന്തൊക്കെ സജഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റോറ് എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണ്, ഫുള്ളി ഓഫ്ലൈൻ ഓർ ഓൺലൈൻ. സോ അതിൻ്റെ ആൻസർ കൊടുക്കുക, സേവ് കൊടുക്കുക. അതായത് നമ്മൾ കറക്റ്റ് ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കരുത്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ബാഗാണ്, ഒരു ബ്ലാക്ക് ബാഗ്, ഇപ്പം ബെസ്റ്റ് ബ്ലാക്ക് ബാഗ് ഇൻ ഇന്ത്യ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത്. അതായത് ബാഗിൻ്റെ ഇപ്പോൾ ബാഗാണ് നമ്മളെ വെബ്സൈറ്റിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് എങ്കിൽ നമ്മൾ കൊടുക്കുക, ഒരു ബാഗ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, സോ ബെസ്റ്റ് കളർ ഓഫ് ബാഗ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സോ അങ്ങനെ കുറച്ച് FAQ കൊടുക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും FAQ ഇതിൽ ആഡ് ചെയ്യുക. സോ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനൊക്കെ ഒരു ഉത്തരം എന്ന കണക്കാണ് ഈ നോളജ് ബേസ് നോക്കുന്നത്. അപ്പോൾ അതത്രയും കംപ്ലീറ്റ് ചെയ്യുക. ഇനി മറ്റൊന്ന്, നമ്മൾ സെറ്റിങ്സിൽ വരിക. അതായത് ഈ ഒരു സൈഡിൽ സെറ്റിങ്സിൽ വന്നു, ഞാൻ ഏറ്റവും താഴെയായിട്ട് നമുക്കിതിൻ്റെ പോളിസീസ് ഉണ്ട്. ഈ പോളിസീസ് എല്ലാം പ്രോപ്പറായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് റിട്ടേൺ പോളിസി എല്ലാം പ്രോപ്പറാണ്. അതുപോലെ തന്നെ പ്രൈവസി പോളിസി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഇട്ട് നമുക്കൊരു പ്രൈവസി പോളിസി വേണം, ഇന്നതൊക്കെയാണ് നമ്മുടെ കൺസേൺസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇതൊക്കെയാണ്, അങ്ങനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൈവസി പോളിസി കിട്ടും. സോ ഇങ്ങനത്തെ പ്രൈവസി പോളിസി, റിട്ടേൺ പോളിസി, റീഫണ്ട് പോളിസി, അതായത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ റീഫണ്ട് ഫുൾ റീഫണ്ട് ആണോ കൊടുക്കുന്നത്, ഹാഫ് റീഫണ്ട് ആണോ, ഡാമേജ് പ്രോഡക്ട്സിന് റീഫണ്ട് കൊടുക്കുന്നുണ്ടോ, അതായത് ഇതിൽ കൊടുക്കുന്ന അത്രയും ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എക്സാക്ട് നമുക്ക് മറ്റ് ഒരു ജെന്യുവിൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് തോന്നുകയും ചെയ്യണം. അതായത് ചുമ്മാ നമ്മളിപ്പോൾ കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നമ്പർ മാത്രം കൊടുക്കാതെ ആ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഏതാണ്, സോ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നോളജ് ബേസ് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തെ പ്രൈവസി പോളിസി, അതായത് പോളിസി സെറ്റിങ്സിൻ്റെ അകത്തുള്ള പോളിസീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ അല്ല, എല്ലാം ആഡ് ചെയ്യുക. ഇനി മറ്റൊരു കാറ്റഗറിയാണ് ഷോപ്പിഫൈ കാറ്റലോഗ് മാപ്പിംഗ് എന്ന് പറയും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം, നിങ്ങൾ നോക്കുക. ഈ ഷോപ്പിഫൈ കാറ്റലോഗ് ഡിസ്ക്രിപ്ഷൻ മാപ്പിംഗ് പ്രോപ്പർ ആണോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇതിൽ പറയുന്ന ഇത്രയും കാര്യമാണ്. ഒന്ന് പ്രോഡക്റ്റ് ടൈറ്റില്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് കാറ്റഗറി. അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. പ്രോഡക്റ്റ് ടൈറ്റിൽ നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്ന, ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുത്തു, നമ്മുടെ വെബ്സൈറ്റിലെ ഒരു പ്രോഡക്റ്റ്, ഞാനിപ്പോൾ ഓഷ്യൻ വില്ലേജ് എന്നൊരു സ്റ്റിക്കർ എടുത്തു. അപ്പോൾ നമ്മൾ നോക്കുക നമ്മളെ പ്രോഡക്റ്റ് ടൈറ്റിൽ പ്രോപ്പറായിട്ട് ആ ടൈറ്റിൽ തന്നെയാണോ കാണിക്കുന്നതെന്ന്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ വെബ്സൈറ്റിലുള്ള ഡിസ്ക്രിപ്ഷൻ തന്നെയാണോ കാണിക്കുന്നത്, അതോ ഇൻ കേസ് ഡിസ്ക്രിപ്ഷൻ തെറ്റായിട്ടാണ് കാണിക്കുന്നതെന്ന്. ഇനി പ്രോഡക്റ്റ് കാറ്റഗറി എന്താണ് എന്ന് എക്സാക്റ്റ്, അതായത് ഒന്ന് റാൻഡം ആയിട്ട് നോക്കുക. നമ്മുടെ പ്രോഡക്റ്റിന് എല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പ്രോഡക്റ്റ് ടൈറ്റിൽ ഉണ്ട്, വ്യക്തമായ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാറ്റഗറി നമുക്ക് മിസ്സിങ് ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ചാറ്റ് ജി പി ടിയിലോ മറ്റോ ലിസ്റ്റിംഗ് ആവില്ല, അതൊരു ഫേക്ക് പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനൊരു പ്രോഡക്റ്റ് പേജിൽ വരികയാണ്. പ്രോഡക്റ്റ് പേജിൽ വന്നു ഞാനൊരു പ്രോഡക്റ്റ് എടുക്കുവാണ്, മൈ ബ്യൂട്ടിഫുൾ മെസ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു, ബേസ് ലൈൻ സ്റ്റാമ്പ് എന്നൊരു പ്രോഡക്റ്റ് എടുത്തു.
ഞാൻ ഇതിൽ താഴോട്ട് നോക്കുമ്പോൾ ഇവിടെയാണ് കാറ്റഗറി നമുക്ക് കൊടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാമ്പ് എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷോപ്പിഫൈ കാറ്റലോഗിൽ നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നത് കാറ്റഗറി. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് എക്സാക്ട് കാറ്റഗറി ഇതിൽ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. സോ ഒരിക്കലും കാറ്റഗറി കോളം ബ്ലാങ്ക് ഇടരുത്. ഇനി നമ്മൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ഫീൽഡ് കാണും, അതായത് കാറ്റഗറി മെറ്റാ ഫീൽഡ്. നമ്മളൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഇവിടെ കാണിക്കും നമുക്കിത് സേവ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം കളർ ഇപ്പോൾ ഏതാണോ. സോ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കഴിയുന്ന ഡിസ്ക്രിപ്ഷൻസ് ഇതിൽ ആഡ് ചെയ്ത് പോവാം. നമ്മൾ ആദ്യമായിട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഷോപ്പിഫൈ തന്നെ ഡിഫോൾട്ടായിട്ട് നമുക്ക് കാണിച്ചു തരും ഇന്നൊക്കെ ആഡ് ചെയ്യട്ടോ എന്ന്. സോ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണും, അത് ടിക്ക് കൊടുത്ത് വിടുക, അതത്രയും സേവ് ചെയ്യുക. സോ 1 by 1 ചെയ്യാൻ കഴിയുന്നവർ അതങ്ങനെ ചെയ്യുക. അല്ലാത്ത ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒത്തിരി ബൾക്ക് ആണെങ്കിൽ ഇത് റാൻഡമായിട്ട് ഷോപ്പിഫൈ കാണിക്കുന്ന പ്രോഡക്റ്റ് അത്രയും ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോഡക്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു ഒന്ന് സെറ്റിങ്സിൽ വരിക. ഞാൻ ഈ പേയ്മെൻറ്റിൻ്റെ അവിടെ ചെക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഈ ഒരു സൈഡിൽ ചെക്ക് എന്നൊരു ഓപ്ഷൻ. ചെക്കൗട്ടിൽ നമുക്ക് കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യാനുള്ള 2-3 മെത്തേഡ് ഉണ്ട്. അതായത് ഒന്നുകിൽ നമുക്ക് ഫോൺ നമ്പർ മാത്രം മതി, ഓർ ഇമെയിൽ. അതായത് കസ്റ്റമറിന് ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ ഒന്നുകിൽ ഇമെയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം, ഈ ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഇമെയിൽ കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ സൈൻ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയൂ എന്നൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ആണ് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് വേണ്ടതെങ്കിൽ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ എടുക്കുക. ഇമെയിൽ ആണ് അല്ലെങ്കിൽ ഇമെയിൽ, അതായത് ഒരു കസ്റ്റമറിൻ്റെ ഫോൺ നമ്പറോ ഇമെയിലോ ഏതായാലും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ ആ ഓപ്ഷൻ കളക്ട് ചെയ്യുക. ഇമെയിൽ കമ്പൽസറി ആണ്, അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ട്രാക്കിംഗ് ഒക്കെ കൊടുക്കുന്നൊരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇമെയിൽ കമ്പൽസറി ആയിരിക്കും, കാരണം ഫോൺ നമ്പർ അത് പ്രോപ്പർ ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇമെയിൽ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഏജൻറ്റിക്കിലോട്ട് വരുവാണ്. അപ്പോൾ ഏജൻറ്റിക്കിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട കാര്യം ഒന്നും കൂടെ പറയാം. ഒന്ന് ഷോപ്പിഫൈ നോളജ് ബേസ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ അകത്ത് FAQ എല്ലാം ആഡ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഇനി പോളിസീസ് വന്നു. പോളിസീസിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി, റിട്ടേൺ പോളിസി, അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പോളിസിയും പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുക. ദെൻ ഷോപ്പിഫൈ കാറ്റലോഗിൽ വന്ന് നമ്മുടെ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അതായത് പ്രോഡക്റ്റ് ടൈറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കാറ്റഗറി കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇനി പ്രോഡക്റ്റ് പേജിൽ പോയിട്ട് നമ്മൾ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്, അതുപോലെ തന്നെ കാറ്റഗറി മെറ്റാ ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സജഷനോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഇനി പേയ്മെൻറ്റിൻ്റെ അവിടെ വരിക. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യാൻ കഴിയൂ എന്നൊരു ഓപ്ഷൻ ഉള്ളത് അൺടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഫിനിഷാ എന്ന് പറയാം. സോ ഞാൻ ഇനി 1 by 1 ഇവിടെ നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്ത പ്രോസസ് ആയതുകൊണ്ടാണ് എല്ലാം ടിക്ക് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ടിക്ക് സേവ് കൊടുക്കുമ്പോൾ തന്നെ ടിക്കാവും ഇതെല്ലാം. സോ ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ChatGPTയിൽ ലൈവ് ആണ്, അതായത് ഗ്രീൻ ലൈറ്റ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് കോപൈലറ്റിലും ഗ്രീൻ ലൈറ്റ് ഉണ്ട്. നമുക്ക് ഷോപ്പ് എന്നത് ശരിക്കും ഇന്ത്യയിലെ ഷോപ്പേ വന്നിട്ടില്ല പ്രോപ്പറായിട്ട്, കമ്മിങ് സൂൺ ആണ്. സോ അതുകൊണ്ടാണ് ഷോപ്പ്, അതായത് നമ്മളെ ChatGPTക്ക് അകത്തുകൂടി തന്നെ പേയ്മെൻറ്റ് നടത്താവുന്ന ഓപ്ഷൻ, അത് എനിക്ക് തോന്നുന്നു ഭാവിയിൽ നമുക്കും ഇന്ത്യയിലും അത് അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്തായി കാണിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് കൊറി മിനിമൽ അഡ്ഹസീവ് എന്ന് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പിൾ നോക്കാം, നിങ്ങളെ പ്രോഡക്റ്റ് ലിസ്റ്റ് ആവുന്നത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണോ, ഈ പ്രോഡക്റ്റ് ഒക്കെ കറക്റ്റ് തന്നെയാണോ കാണിക്കുന്നതെന്ന്. ഇപ്പം ഞാനൊരു സാമ്പിളായിട്ട് അവേ സ്റ്റുഡിയോ സ്റ്റാമ്പ് നോക്കുവാണ്. ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ള ഒരു പ്രോഡക്റ്റാണ് അവേ സ്റ്റുഡിയോസിൻ്റെ സ്റ്റാമ്പുകൾ. അപ്പോൾ ഞാൻ കുറച്ചധികം സ്റ്റാമ്പ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പോൾ ഓരോ അതിലും ChatGPTയിലും കോപൈലറ്റിലും ലിസ്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ കോപൈലറ്റിൽ വന്നു.
ആദ്യം ChatGPT നോക്കി നോക്കാം. അതിൽ ആ പ്രോംപ്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇതിൽ വന്നിട്ടുണ്ട്. ഫൈൻഡ് മീ അവേ സ്റ്റുഡിയോ സ്റ്റാമ്പ്. ഞാനിത് എൻ്റർ കൊടുത്തു. അപ്പം വെബ്സൈറ്റ് സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്, അതായത് 3 സ്റ്റാമ്പ് കാണിക്കുന്നുണ്ട്, താഴോട്ടും പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്, ഇവിടെ എക്സ്പ്ലോർ മോറിലും സ്റ്റാമ്പ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുവാണ്. ഇത് കാണിക്കുമ്പോൾ അറിയാം നമ്മുടെ വെബ്സൈറ്റ്, അതായത് അവിയാനോ ഡേ കെയർ ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ എത്ര രൂപയാണ് നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കാണിക്കുവാണ്. ഞാനിപ്പോൾ വിസിറ്റ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ ആ ഒരു പേജിലോട്ട് ഇത് മൂവ് ആവുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. സോ ChatGPTയിൽ നമ്മൾ അവേ സ്റ്റുഡിയോയുടെ സ്റ്റാമ്പ് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ആവുന്നുണ്ട്. ഇനി ഞാൻ ഇതേ ഒരു പ്രോംപ്റ്റ് തന്നെ ഞാൻ കോപ്പൈലറ്റിൽ കൊടുക്കുവാണ്. സെർച്ചിങ് ദ വെബ്. അപ്പോൾ അവേ സ്റ്റുഡിയോ എന്താണ്, എങ്ങനെയാണ്, ഏതിലാണ് കിട്ടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് എവിടെയൊക്കെ ഇത് ബൈ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അവിയാനോ ഡേ കെയർ, അതായത് നമ്മുടെ വെബ്സൈറ്റ് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ പ്രോഡക്ട്സ്, അതായത് അവിയാനോ ഡേ കെയറിലുള്ള പ്രോഡക്ട്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിതിപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കുവാണ്, കണ്ടിന്യൂ. അപ്പോൾ അവേ സ്റ്റുഡിയോയുടെ പ്രോഡക്ട്സ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ കോപ്പൈലറ്റിലും പ്രോപ്പറായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്ക് ഇത് സെർച്ച് ചെയ്യുമ്പോൾ എല്ലാ പ്രോഡക്റ്റും എക്സാക്റ്റ് നമ്മുടെ ChatGPT തന്നെ കാണിക്കണം എന്ന് പറയാൻ കഴിയില്ല. അതായത് ഒരു കോമൺ പ്രോഡക്റ്റ്, ഇപ്പോൾ ബാഗ് വിൽക്കുന്ന ഒരുപാട് സെല് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവാം. സോ നമ്മൾ എക്സാക്റ്റ് ആ പ്രോഡക്റ്റ് ലിസ്റ്റായി വരാൻ ടൈം പിടിക്കും. നമ്മുടെ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആണ്, യുണീക്ക് ബ്രാൻഡ് ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ലിസ്റ്റ് ആവുന്നതായിരിക്കും. സോ ഷോപ്പിഫൈയുടെ പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വളരെ വേഗം ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വളരെ വേഗം ആൾക്കാർക്ക് റീച്ച് ആവാൻ കഴിയും. സോ ഇത്രയേ ഉള്ളൂ ഏജന്റിക് സ്റ്റോർ ഫ്രണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.